ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ഷൗക്കത്ത് അലി KP. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ പാഠത്തിലെ ഫോക്കസ് ഏരിയകളാണ്. ആദ്യത്തേതാണ് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ്. നമുക്കറിയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ബിസി എന്ന വേർഡിൽ നിന്നാണ്. ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻവോൾവിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് with a motive of earning profit by satisfying human needs in society. സൊസൈറ്റിയിലെ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോട് കൂടി ലക്ഷ്യത്തോടു കൂടി സാധനങ്ങൾ വാങ്ങുകയും അല്ലെങ്കിൽ സർവീസുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുക. അടുത്തതായിട്ട് നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. നമുക്ക് ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ബിസിനസ്സിൻ്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്താണ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. നമ്മൾ ബിസിനസ് നടത്തുന്നത് ലൈവ്ലിഹുഡ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു ഹോബിയുടെ പേരിലല്ല നടത്തുന്നത്. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ബിസിനസ്സിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗുഡ്സ് മേ ബി കൺസ്യൂമർ ഗുഡ്സ് ആവാം, ലൈക്ക് ഷുഗർ, പെൻ, നോട്ട്ബുക്കോ പെന്നോ ഷുഗറോ പോലത്തെ കൺസ്യൂമർ ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ലൈക്ക് മെഷീനറി, ഫർണിച്ചർ എക്സെട്ര. ഇനി സർവീസസ് എന്ന് പറഞ്ഞാൽ സർവീസസ് മേ ബി ഫെസിലിറ്റീസ് ഓഫേർഡ് ടു പീപ്പിൾ ഇൻ ദ ഫോം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി എക്സെട്ര. ഇലക്ട്രിസിറ്റി, ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ ഇതുപോലത്തെ ഫെസിലിറ്റീസ്, ജനങ്ങൾക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഫെസിലിറ്റീസ് ആവാം എന്തെന്ന് സർവീസസ്. ദെൻ മൂന്നാമത്തത് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതിലെന്തുണ്ടാവണം? സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഉണ്ടാവണം, സർവീസസ് ഉണ്ടാവണം. ബയറും സെല്ലറും തമ്മിൽ എന്തുണ്ടാവണം? വിൽപ്പനയോ അല്ലെങ്കിൽ കൈമാറ്റമോ ഉണ്ടാവണം. പേഴ്സണൽ കൺസംഷന് വേണ്ടി ഉണ്ടാക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഒരിക്കലും എന്താവില്ല, അതൊരു ബിസിനസ് ആക്ടിവിറ്റിയായി മാറില്ല. അതാണ് മൂന്നാമത്തെ ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നാലാമത്തത് ഡീലിംഗ് ഓൺ എ റെഗുലർ ബേസിസ്. ഒരു സിംഗിൾ ടൈം ട്രാൻസാക്ഷൻ, ഒരു സിംഗിൾ സെയിൽ ഒരിക്കലും എന്താവില്ല, ബിസിനസ് ആവില്ല. എന്ത് ചെയ്യണം? അത് റുട്ടീൻ നേച്ചറലായിരിക്കണം, അത് റെഗുലർ ബേസിസിൽ ട്രാൻസാക്ഷൻ നടക്കണം. ഇനി അഞ്ചാമത്തത് പ്രോഫിറ്റ് ഏണിങ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ലൈവ്ലിഹുഡ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ബിസിനസ് നടത്തുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഏണിങ് പ്രോഫിറ്റാണ്. ഇനി ആറാമത്തത് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. എന്താണ്? ഒരിക്കലും നമുക്ക് റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ പ്രോഫിറ്റ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ അത് ലോസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഒരിക്കലും എന്താണ് അത് സെർട്ടൺ അല്ല, അത് അൺസർട്ടനിറ്റിയാണ്. ദെൻ ലാസ്റ്റ് വൺ ഇലമെൻറ്റ് ഓഫ് റിസ്ക്. നമുക്ക് എപ്പോഴും റിസ്ക് ഉണ്ടാവും അല്ലേ? അത് മേ ബി ഇൻ ദ ഫോം ഓഫ് ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ്, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ സ്ട്രൈക്ക് ഉണ്ടാവാം, ലോക്കൗട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ആവാം, അല്ലെങ്കിൽ ഫയറോ തെഫ്റ്റോ അതേപോലത്തെ മറ്റു കാരണങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ബിസിനസ്സിൽ, എപ്പോഴും ഉണ്ടാവും. അപ്പോൾ 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിനായിട്ട് ബിസിനസ് ആക്ടിവിറ്റീസിനുള്ളത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. നമുക്ക് ബിസിനസ് ആക്ടിവിറ്റീസിനെ പ്രധാനമായിട്ടും 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്ത് 2, ദാറ്റ് ഈസ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും പറയാം. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓർ പ്രോസസ്സിങ് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ആണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതായത് ഗുഡ്സും മെറ്റീരിയൽസും പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, ഇതാണ് ഇൻഡസ്ട്രി. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ which are necessary for facilitating the exchange of goods and services. നമ്മൾ ഈ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് നമ്മളെന്താ പറയുക? കൊമേഴ്സ് എന്ന് പറയുക. കൊമേഴ്സ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ നെസസറി ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദെൻ ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് പോകാം. ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് കാറ്റഗറീസ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്. നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ് ഉണ്ട്. ആ റോ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഇൻപുട്സിനെ നമ്മൾ യൂസ്ഫുൾ ഗുഡ്സ് ആക്കി അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന കൺവേർഷൻ പ്രോസസ്സിനെ നമ്മളെന്താ പറയുക? ഇൻഡസ്ട്രി എന്ന് പറയുക. ഇൻഡസ്ട്രീസ് മേ ബി ഡിവൈഡഡ് ഇൻ ടു 3. നമുക്ക് 3 പ്രധാന കാറ്റഗറി ആയിട്ട് ഇൻഡസ്ട്രിയെ ക്ലാസിഫൈ ചെയ്യാം: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ concerned with extraction and production of natural resources and reproduction and development of living organisms, plants, etc. നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതിയിൽ നിന്നുള്ള റിസോഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുക, അതേപോലെ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, പ്ലാന്റ്സ്.
ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രീസിൽ വരുന്നത്. അതിൽ വരുന്ന പ്രൈമറി ഇൻഡസ്ട്രി ഇൻക്ലൂഡ്സ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസും ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രീസുമാണ് പ്രൈമറി ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട 2 ടൈപ്പുകൾ. എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സോഴ്സസ് നിന്ന് പ്രൊഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. ഇമ്പോർട്ടൻറ്റ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആർ ഫാമിംഗ്, മൈനിങ്, ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ്. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. നമുക്ക് എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവില്ലേ? ദെൻ ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ഓഫ് കാറ്റിൽ ബ്രീഡിംഗ് ഫാംസ്, പോൾട്രി ഫാംസ് ആൻഡ് ഫിഷ് ഹാച്ചറി ആർ കമ്മിങ് അണ്ടർ ദിസ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. ജനറ്റിക് ഇൻഡസ്ട്രീസിൽ വരുന്ന പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസാണ് കാറ്റിൽ ബ്രീഡിംഗ് ഫാംസ്, പോൾട്രി ഫാംസ്, ഫിഷ് ഹാച്ചറി ഒക്കെ. ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഒന്ന്, ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നമ്മൾ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആണ്, അതായത് റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ 4 ടൈപ്പ് ഉണ്ട്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി ഉണ്ട്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്സ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഫ്രം ദ സെയിം മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൽ നിന്ന് തന്നെ പല തരത്തിലുള്ള എലമെൻറ്റ്സുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. ഫോർ എക്സാമ്പിൾ ഓയിൽ റിഫൈനറി നമുക്കറിയാം, പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, കെറോസിൻ ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ദെൻ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി പറഞ്ഞാൽ വാരിയസ് ഇൻഗ്രീഡിയൻസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുക. കമ്പൈൻസ് വാരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു എ ന്യൂ പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ സിമെൻറ്റ് ഒരുപാട് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് സിമെൻറ്റ് ഉണ്ടാക്കുന്നത് അല്ലേ. അതേപോലെ തേർഡ് വൺ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി പറഞ്ഞാൽ ഇൻവോൾവ്സ് സക്സസീവ് സ്റ്റേജസ് ഫോർ മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഷുഗർ, അതുപോലെ കോക്കനട്ട് ഓയിൽ. ഇതൊക്കെ ഒരുപാട് പ്രോസസ്സിലൂടെ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ദെൻ അസംബ്ലിംഗ് ഇൻഡസ്ട്രി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി പോലെ ഡിഫറെൻറ്റ് കോമ്പണൻസ് അസംബിൾ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ ഒരുപാട് കോമ്പണൻസ് ഉപയോഗിച്ചുകൊണ്ട് അസംബിൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ അടുത്തത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ്. സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ വരുന്ന 2ാമത്തെ ടൈപ്പാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. ദീസ് ഇൻഡസ്ട്രീസ് ആർ ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. നമുക്കറിയാം ബിൽഡിംഗ്, ഡാംസ്, ബ്രിഡ്ജസ്, ഇതൊക്കെ റോഡ്സൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. പിന്നെ ടേർഷറി ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് സർവീസ് വരണം. ദീസ് ആർ കൺസേൺഡ് വിത്ത് പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും സപ്പോർട്ട് സർവീസ് കൊടുക്കുന്ന ഇൻഡസ്ട്രീസാണ് ടേർഷറി സർവീസസ്. ഇതിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിങ്, കമ്മ്യൂണിക്കേഷൻ, പാക്കേജിങ്, അഡ്വർടൈസിങ്, ഇതൊക്കെ വരുന്ന ഇൻഡസ്ട്രീസ് ടേർഷറി ഇൻഡസ്ട്രീസിലാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് കൊമേഴ്സ് ആണ്. കൊമേഴ്സ് ആൻഡ് ഇറ്റ്സ് ഓക്സിലറീസ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ഇൻക്ലൂഡ്സ് ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും ഉൾപ്പെടുന്നതാണ് കൊമേഴ്സ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആണ് ട്രേഡ് എന്ന് പറഞ്ഞാൽ. ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ വാങ്ങലും വിൽക്കലുമാണ്. പിന്നെ അതിൽ ട്രേഡിലൂടെ നമുക്ക് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് പേഴ്സൺസ് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ബയേഴ്സും സെല്ലേഴ്സും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരും വിൽപ്പനക്കാരും മീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺസ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി ആക്ടിവിറ്റീസ് റിക്വയർഡ് ടു ഫെസിലിറ്റേറ്റ് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആർ കോൾഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡിനെ സഹായിക്കുന്ന ആക്ടിവിറ്റീസാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സർവീസസ് ആണ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിങ്, പാക്കേജിങ് ആൻഡ് വെയർ ഹൗസിങ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, അതിൽ നമുക്ക് ഓരോന്ന് നോക്കി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. നമുക്കറിയാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ്, നമ്മൾ സെയിൽ ചെയ്യുന്ന വേറെ സ്ഥലത്താണ്. അപ്പോൾ അത് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിങ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ടൈം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ വെയർ ഹൗസിങ് ഉണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് സ്റ്റോർ ചെയ്തുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ കൺസ്യൂമർ അടുത്തേക്ക് സാധനങ്ങൾ എത്തിക്കാം. പിന്നെ ഇൻഷുറൻസ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ടാവും. അപ്പോൾ ആ റിസ്ക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് റിമൂവ് ചെയ്യാം.
ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. ഫിനാൻസിൻ്റെ ഹിൻഡ്രൻസ്, അതായത് നമുക്ക് ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ഒരുപാട് ഫൈനാൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിനാൻസിൻ്റെ ഹിൻഡ്രൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലേ. അതേപോലെ പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൺസ്യൂമേഴ്സ് അറിയണം, എന്നാൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ആവുള്ളൂ. അപ്പോൾ അതിന് ഹിൻഡ്രൻസ് ഓഫ് ഇൻഫർമേഷൻ റിമൂവ് ചെയ്യുന്നത് അഡ്വർടൈസിങ് ആണ്. അഡ്വർടൈസിങ് ഇല്ലാതെ നമുക്കൊരിക്കലും എന്തില്ല ആ പ്രൊഡക്റ്റിനെ നമുക്ക് കൺസ്യൂമറുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ ഫോക്കസ് ഏരിയ ഉള്ളത് ട്രേഡും അതുപോലെ ഓക്സിലറീസ് ടു ട്രേഡും ആണ്. ട്രേഡ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് കൊമേഴ്സ്. കൊമേഴ്സിൻ്റെ എസെൻഷ്യൽ പാർട്ടാണ്, രണ്ട് പാർട്ടാണുള്ളത്, ഒന്ന് ട്രേഡാണ്, ഒന്ന് ഓക്സിലറീസ് ടു ട്രേഡാണ്. അപ്പോൾ എസെൻഷ്യൽ പാർട്ടാണ് ട്രേഡ്. ഇത് ഒന്നുമില്ല സെയിൽ ഓർ ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആണ് എന്തെന്ന് ട്രേഡ്. അത് ട്രേഡിൽ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു, ദറ്റ് ഈസ് ഇൻറ്റേർണൽ ട്രേഡ് ഓർ എക്സ്റ്റേർണൽ ട്രേഡ്. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹോം ട്രേഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് വിതിൻ ദ കൺട്രിയാണ്. രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള ആൾക്കാരുമായിട്ടും അതേപോലെ ഓർഗനൈസേഷൻസുമായിട്ടുമുള്ള സെയിലിനാണ് അല്ലെങ്കിൽ ട്രേഡിനാണ് നമ്മൾ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുക. അതേപോലെ പിന്നെ ഈ ഇൻറ്റേർണൽ ട്രേഡ് തന്നെ 2 കാറ്റഗറീസ് ഉണ്ട്. റീറ്റെയിൽ ട്രേഡ് ഉണ്ട്, ഹോൾസെയിൽ ട്രേഡ് ഉണ്ട്. റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റീസിലെ ട്രേഡിനാണ് നമ്മൾ റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുക. ഹയർ ക്വാണ്ടിറ്റീസിലാണ് നമ്മൾ സെയിൽ നടക്കുന്നതെങ്കിൽ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയും. ദെൻ എക്സ്റ്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ബിറ്റ്വീൻ ദി പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻസ് ഓപ്പറേറ്റിംഗ് ഇൻ 2 or more countries. 2 അതിൽ കൂടുതലോ രാജ്യങ്ങളിലെ ആൾക്കാരോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസോ തമ്മിലുള്ള ട്രേഡിനെയാണ് നമ്മുടെ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുക. ഇതിൽ നമുക്ക് ഇമ്പോർട്ട് ട്രേഡ് ഉണ്ട്, എക്സ്പോർട്ട് ട്രേഡ് ഉണ്ട്, എൻട്രിപോർട്ട് ട്രേഡ് ഉണ്ട്. ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ അത് നമ്മൾ ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നു. നമ്മളൊരു സാധനം വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കുമ്പോൾ അതിനെ എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നു. നമ്മളൊരു സാധനം എക്സ്പോർട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ട്രേഡിന് നമ്മൾ എൻട്രിപോർട്ട് ട്രേഡ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളത് ഓക്സിലറീസ് ടു ട്രേഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സർവീസസ് ആണ് അല്ലേ. ആക്ടിവിറ്റീസ് വിച്ച് ആർ മെയിൻ ഫോർ അസിസ്റ്റിംഗ് ട്രേഡിനെ അസിസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുക. ജനറലി റെഫേർഡ് ടു ആസ് സർവീസസ്. അതിൽ വരുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ്, വെയർഹൗസിങ്, അഡ്വർടൈസിങ്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുക, അതേപോലെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിനെ കൺസംഷൻ പ്ലേസിലേക്ക് കൊണ്ടുപോകുക. ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. അതുപോലെ അതിൽ വരുന്നതാണ് പോസ്റ്റൽ സർവീസസും ടെലിഫോൺ ഫെസിലിറ്റീസൊക്കെ എന്താണ് ഓക്സിലറീസ് ടു ട്രേഡിൽ വരുന്നതാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. ഇനി ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ബാങ്ക്സ് പ്രൊവൈഡ് ആഡിക്വേറ്റ് ഫണ്ട്സ് ഫോർ ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിന് ഒരുപാട് ഫണ്ട്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായ പൈസ കൊടുക്കുന്നതാരാണ്? ബാങ്കിങ് സെക്ടറാണ്. ഇറ്റ് പ്രൊവൈഡ്സ് വാരിയസ് സർവീസസ് ടു ബിസിനസ് കൺസേൺസ്. ഒരുപാട് സർവീസസ്, ചെക്ക് കളക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരുപാട് ബിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസിൻ്റെ ഹിൻഡ്രൻസ് റിമൂവ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഷുറൻസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിസ്ക്. ബിസിനസ്സിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ലോസ് ഉണ്ടാവാം, തെഫ്റ്റ് ഉണ്ടാവാം, ഫയർ ഉണ്ടാവാം, ഡാമേജ് ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ റിസ്ക് ഒക്കെ റിമൂവ് ചെയ്യുന്നവരാണ് ഇൻഷുറൻസ് ആണ്. ദെൻ വെയർഹൗസിംഗ് ഹെൽപ്സ് ബിസിനസ് ഫേംസ് ടു ഓവർകം ദ പ്രോബ്ലംസ് ഓഫ് സ്റ്റോറേജ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ദ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് വെൻ നീഡഡ്. ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ഗുഡ്സ് സ്റ്റോറേജ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ വെയർ ഹൗസിൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഇറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ടൈം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വെയർ ഹൗസിൽ കീപ്പ് ചെയ്യാണ്, സ്റ്റോറേജ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ എടുത്തു കൊണ്ടുപോവുക ചെയ്യുക അല്ലേ. അപ്പോൾ ഇറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ടൈം. ദെൻ ലാസ്റ്റ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് അറിയണം, എന്നാൽ മാത്രമേ ആ പ്രൊഡക്റ്റ് സെയിൽ ആവുള്ളൂ. അപ്പോൾ അഡ്വർടൈസിങ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് അവൈലബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഇൻഡ്യൂസിങ് കസ്റ്റമേഴ്സ് ടു ബൈ പെർട്ടിക്കുലർ ഐറ്റം. അതെന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടി, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അഡ്വർടൈസിങ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ഇൻഫർമേഷനുള്ള ഹിൻഡ്രൻസ് ആരാണ് റിമൂവ് ചെയ്യുന്നത്? അഡ്വർടൈസിങ് ആണ് റിമൂവ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത പാഠത്തിൻ്റെ ഫോക്കസ് ഏരിയകൾ വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.